ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കോളേജ് എങ്ങനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയാസ് എന്നുള്ളതിൻ്റെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കുള്ളൊരു സംശയമായിരിക്കും, ഏത് കോളേജ് കൊടുക്കും, ഈ കോളേജിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ, അതിനെക്കുറിച്ച് അവിടുത്തെ അവസ്ഥകൾ എന്താണെന്ന് അറിയത്തില്ല, പിന്നെ എൻ്റെ റാങ്കിന് എവിടെ കോളേജ് കിട്ടും എന്നുള്ള കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയൊരു വീഡിയോ അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, ഈ ഒരു വീഡിയോയിൽ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഞാൻ തരുന്നില്ല. ജസ്റ്റ് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഒരു കോളേജിനെ തിരഞ്ഞെടുക്കുമ്പോൾ വെക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. അപ്പം ഒരു പ്രയോറിറ്റി ലിസ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നവരെ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആണുള്ളത്. കേരളം കഴിഞ്ഞാൽ പലരും ചൂസ് ചെയ്യുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 36ഓളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ കർണാടക ചൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഫസ്റ്റ് അക്കാഡമിക്സ് നോക്കുക, പിന്നെ ഡിസ്റ്റൻസ് നോക്കാം, പേഷ്യൻ്റ് ഫ്ലോ, പിന്നെ നോൺ അക്കാഡമിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്പോർട്സ്, ആർട്സ്, പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ്, ആ കാര്യങ്ങളൊക്കെ എത്രത്തോളം നല്ലതാണ് എന്ന് നോക്കുക. പിന്നെ ആ ലൊക്കാലിറ്റിയെക്കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഒരു കോളേജിൻ്റെ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ലാസ്റ്റ് റാങ്ക് മാത്രം മാനദണ്ഡമാക്കരുത്. മറ്റ് പല കാര്യങ്ങളും, ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, അക്കാഡമിക്സ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാനദണ്ഡമാക്കുക. ഈ ഡിസ്റ്റൻസ് വീണ്ടും എടുത്തു പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5.5 വർഷത്തോളം നിങ്ങൾ ഇനി അങ്ങോട്ട് ചിലവഴിക്കുമ്പോൾ നിങ്ങൾ ലീവ് ചിലപ്പോൾ 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഡേയ്സിൽ മാത്രമേ നിങ്ങൾക്ക് ലീവ് കിട്ടത്തുള്ളൂ. ആ ടൈമിൽ വീട്ടിൽ പോയി വരാം. അതുപോലെ തന്നെ ഈ MBBS ഡിഗ്രി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പോലെ പഠിക്കാനുള്ള നല്ല സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിലബസാണ്. സ്വാഭാവികമായിട്ടും പലപ്പോഴും വീട്ടിൽ പോകാനൊക്കെ തോന്നിയേക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 1-2 ദിവസം എടുക്കും വീട്ടിലോട്ട് എത്താൻ എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി മാറും. ഡിസ്റ്റൻസ് വെച്ചിട്ട് എങ്ങനെ കോളേജസിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ചെറിയ രീതിയിൽ ഞാൻ എക്സാമ്പിൾ പോലെ പറഞ്ഞുതരാം. കേരള മെഡിക്കൽ കോളേജസ് എക്സാമ്പിളാക്കിയിട്ട് പറഞ്ഞു തരാണെങ്കിൽ, കേരള മെഡിക്കൽ കോളേജസിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൽ പലപ്പോഴും പലരും ഒരു 4 ടയർ അല്ലെങ്കിൽ 3 ടയറായിട്ട് തിരിക്കാറുണ്ട്. ഫസ്റ്റ് ടയർ എന്നുള്ളത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജും, സെക്കൻഡ് എന്നുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആൻഡ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്, മൂന്നാമതായിട്ട് എറണാകുളം, കൊല്ലം, മഞ്ചേരി, കണ്ണൂർ ഈ മെഡിക്കൽ കോളേജസ്, ആൻഡ് ലാസ്റ്റ് കോന്നി, പാലക്കാട്, പിന്നെ ഇടുക്കി. ഈ കോളേജസ് ഇങ്ങനെ 4 ലെവലുകളായിട്ട് എന്ത് ചെയ്യാറുണ്ട്, കോളേജസിൽ തിരിക്കാറുണ്ട്. അപ്പം നിങ്ങൾ നോക്കാൻ നിങ്ങളുടെ ടോപ്പ് മാർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാലിക്കറ്റോ ട്രിവാൻഡ്രം ചൂസ് ചെയ്യാം. ഒരിക്കലും സൗത്ത് ആ ഭാഗത്തുള്ള ആളുകൾ കോഴിക്കോട് ചൂസ് ചെയ്യാത്തതാണ് നല്ലത്. നിങ്ങൾ ട്രിവാൻഡ്രം ചൂസ് ചെയ്യുക. കേരളത്തിന് അതിന് താഴെ ലെവലിലെ ആളുകളാണ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ളത് ഏതാ നോക്കുക, തൃശ്ശൂരാണോ, കോട്ടയമാണോ, ആലപ്പുഴയാണോ നോക്കുക. അതുപോലെ ആ ഭാഗത്ത് തന്നെ കണ്ണൂരും ചൂസ് ചെയ്യാം. കണ്ണൂർക്ക് നല്ല കോളേജാണ്. മുകളിലുള്ള ആളുകളാണെങ്കിൽ, കാസർഗോഡ് ആ ഭാഗത്തുള്ളവരാണെങ്കിൽ ലാസ്റ്റ് കോട്ടയത്തോട്ടൊക്കെ വരണം എന്നുള്ളത് ചിലപ്പോൾ ഒരു ദിവസത്തേക്ക് ട്രാവൽ ഉണ്ടാകും. അതിനേക്കാൾ നല്ലത് കണ്ണൂർ ചൂസ് ചെയ്യുക എന്നുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ എപ്പോൾ MBBS ഡിഗ്രി എന്നുള്ളത് ഒരു UG കോഴ്സാണ് എന്നുള്ളത് മനസ്സിൽ വിചാരിക്കുക. അതേപോലെ തന്നെ 5.5 വർഷമുണ്ട് എന്നുള്ളത് കൂടി മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യാനുള്ളത്. പിന്നെ അക്കാഡമിക്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജസും നല്ല അക്കാഡമിക്സ് തന്നെ ഉള്ളത്. പിന്നെ പേഷ്യൻ്റ് ഫ്ലോ നോക്കുകയാണെങ്കിൽ കാലിക്കറ്റും ട്രിവാൻഡ്രം നല്ല പോലെ പേഷ്യൻ്റ് ഫ്ലോ ഉണ്ട്. ബാക്കിയുള്ള കോളേജുകളിൽ അത്യാവശ്യത്തിന് നല്ല പേഷ്യൻ്റ് ഫ്ലോ ഉണ്ട്. പിന്നെ ഈ പാലക്കാട്, കോന്നി, ഇടുക്കി എന്ന കോളേജുകളിൽ പലപ്പോഴും എല്ലാവരും ലാസ്റ്റിലോട്ട് വെക്കുന്ന ഒരു കോളേജുകളാണ്. അത് അവിടുത്തെ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എങ്കിൽ പോലും മോശമല്ല എന്നുള്ളത് കൂടി ആലോചിക്കുക. അതോടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നല്ല കോളേജുകൾ, ഉദാഹരണത്തിന് പറയാം മലബാർ സൈഡിലാണെങ്കിൽ ഒരു മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്, കണ്ണൂർ ആ ഭാഗത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, പാലക്കാട് ഭാഗത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കോന്നി, ഇടുക്കി ആ ഭാഗത്തുള്ള കോളേജസ് പോകുന്നതാണ് നല്ലത്. കോയമ്പത്തൂർ പോലെയുള്ള നല്ല കോളേജസുകളുണ്ട്. അപ്പം അടുത്തുള്ള ആ ദൂരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിനായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് കോയമ്പത്തൂരൊക്കെ പോയി വരാൻ പറ്റുന്നതായിരിക്കും. ആ രീതിയിലൊക്കെ ചോയ്സ് എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് വേണം കൊടുക്കാൻ. അല്ലാതെ കേരളത്തിൽ 12 മെഡിക്കൽ കോളേജസ് കഴിഞ്ഞ ശേഷം തമിഴ്നാട്ടിൽ 35ഓളം 36ഓളം കോളേജ് കൊടുത്ത് കഴിഞ്ഞ ശേഷം കർണാടക കൊടുക്കുക, അങ്ങനെയല്ല, മിക്സായിട്ട് തന്നെ കൊടുക്കാൻ നോക്കുക. നല്ല കോളേജുകൾ ടോപ്പിൽ വെച്ച് കണ്ട് കൊടുക്കുക. ഇനി ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ പലർക്കും ഡൗട്ടാണ്. അതായത് പല കമൻറ്റ് സെക്ഷനിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതായത് എൻ്റെ റാങ്ക് ഇത്രയാണ്, അപ്പോൾ എനിക്ക് ഈ കോളേജ് കിട്ടുമോ, ആ കോളേജ് കിട്ടുമോ, അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് കഴിഞ്ഞ വർഷം ഈ കുട്ടി ഇവിടെ ചേർന്നിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്ക് ആ കോളേജ് കിട്ടുമോ എന്നുള്ളതൊക്കെ. നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കിനെ കുറിച്ചും നിങ്ങളുടെ മാർക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ മറക്കുക. നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യേണ്ടത്
നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജ് ഫസ്റ്റ് ആയിട്ട് കൊടുക്കാം. എയിംസ് ഡൽഹി കൊടുക്കാം. നിങ്ങൾ മാർക്ക് ഇപ്പോൾ അല്ലെങ്കിൽ റാങ്ക് പോയി 20,000 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് എയിംസ് ഡൽഹി കൊടുക്കാം. ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. ജിപ്മർ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. എയിംസ് ഭുവനേശ്വർ തേർഡ് ഓപ്ഷൻ ആയിട്ട് കൊടുക്കാം. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കൊടുക്കാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനായിരിക്കും നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അല്ലാതെ എൻ്റെ റാങ്ക് ഇത്ര കുറവാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഫസ്റ്റ് ഓപ്ഷനിൽ കൊടുക്കാം, എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജ് ഇതാണ്, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം എന്ന് പറഞ്ഞത് വലിയൊരു അബദ്ധമായിട്ട് മാറും. കാരണം നല്ല കോളേജ് കിട്ടാനുള്ള അവസരം അവിടെ നഷ്ടപ്പെടും. ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയമായിരിക്കും. അതായത് എൻ്റെ റാങ്ക് ഇപ്പം 20,000 റാങ്കാണ്. എനിക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഏതെങ്കിലും കോളേജ് എടുക്കുകയാണ്, നാമക്കൽ കോളേജ്. എനിക്ക് നാമക്കൽ കോളേജാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് വിചാരിക്കുക. 20,001 റാങ്കിലൊരു കുട്ടി, ആ കുട്ടിക്കും അതേ കോളേജാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഈ നാമക്കൽ കോളേജ് എൻ്റെ 30ാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തു, അല്ലെങ്കിൽ 40ാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തു. ഈ 20,001 റാങ്കിലെ കുട്ടി ആ നാമക്കൽ കോളേജ് 1ാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തു. അപ്പോൾ ആർക്കായിരിക്കും മുൻഗണന എന്നുള്ളത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അതായത് 20,000 റാങ്ക് കഴിഞ്ഞിട്ടേ 21,000 റാങ്കിലെ കുട്ടിയുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുക പോലെയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാൻസ് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത റാങ്കിലുള്ള കുട്ടിക്ക് അവിടെ സീറ്റ് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എവിടെ ഓപ്ഷൻ കൊടുത്തു എന്നുള്ളത് ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നല്ല നല്ല കോളേജുകൾ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് എയിംസ് ഡൽഹി കിട്ടാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ എയിംസ് ഡൽഹി തന്നെ കൊടുക്കാം. ആ രീതിയിൽ തന്നെ മുന്നോട്ട്. അതായത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കേണ്ടത്, ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഈ ഫസ്റ്റ് കോളേജ് എയിംസ് ഡൽഹി കിട്ടണം ആഗ്രഹമുണ്ട്, അവിടെ കൊടുക്കാം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെ കിട്ടണം? ജിപ്മറിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എവിടെ കിട്ടണം? എയിംസ് ഭുവനേശ്വർ കിട്ടിയില്ല എവിടെ കിട്ടണം? കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടിയില്ലെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, ആലപ്പുഴ, കോട്ടയം, അങ്ങനെ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് താഴോട്ട് ഇങ്ങനെ പോവുക. ആ രീതിയിലായിരിക്കും നിങ്ങൾ ഓപ്ഷൻ കൊടുക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം എവിടെ കൊടുത്തു എന്ന് കുറിച്ചോ അല്ലെങ്കിൽ മറ്റാരെങ്കിലെങ്കിലും ഒരു ഓപ്ഷൻ നോക്കിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് തന്നെ ഒരു ചോയ്സ്, അതായത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ 24 ലക്ഷം കുട്ടികൾ എഴുതിയ, 23 ലക്ഷം കുട്ടികൾ എഴുതിയ നീറ്റ് എക്സാമിൽ നിന്നും ഒരു MBBS പഠനത്തിലോട്ട് കിട്ടും എന്നുള്ള ലെവലിലോട്ട് എത്തിയ ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, 1 വർഷം കഷ്ടപ്പെട്ടവരുണ്ട്, 2 വർഷം കഷ്ടപ്പെട്ടവരുണ്ട്, 3 വർഷം കഷ്ടപ്പെട്ടവരുണ്ട്, അതിൽ കൂടുതൽ കഷ്ടപ്പെട്ടവരുണ്ട്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ കഷ്ടപ്പെട്ട് പഠിച്ച ആളുകളായിരിക്കും. അപ്പം നിങ്ങൾ ഈ അത്രയും കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല. ഒരു 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം എടുത്തിട്ട് എല്ലാ കോളേജുകളുടെയും, അതായത് കേരളത്തിലെ 12 മെഡിക്കൽ കോളേജസ് പേര് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക, തമിഴ്നാട്ട് കോളേജസിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. ആ ഭാഗത്തോട്ടെല്ലാം ദൂരം നോക്കുക, അവിടേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റും. അതായത് ദൂരം നോക്കിയിട്ട് മാത്രം കാര്യമില്ല, അങ്ങോട്ട് എത്തിപ്പെടുന്നതിനെ കുറിച്ച് നോക്കണം. അതായത് അതിൻ്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ, എത്ര ദിവസം കൊണ്ട് പോയി വരാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് നല്ല പോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നിങ്ങൾ ചിലപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നും, ഇത്ര പണിയുണ്ട്, ഇത്രയും കോളേജ് 10-40 കോളേജിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിലൊക്കെ ഭയങ്കര പണിയുണ്ട് എന്നൊക്കെ ചിന്തിക്കും. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ 2-3 വർഷം നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അത്രയും പണിയൊന്നും ഉണ്ടാവില്ല ഇതിനു വേണ്ടി ചെയ്യാൻ. സോ എല്ലാവരും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 12 മെഡിക്കൽ കോളേജസ്, കേരളത്തിലെ 12 മെഡിക്കൽ കോളേജസിനെ കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക, തമിഴ്നാട്ടിലെ കോളേജസ് ലിസ്റ്റ് ഉണ്ടാക്കുക, കർണാടകയിൽ, ആന്ധ്രയിലൊക്കെ നിങ്ങൾക്ക് ആന്ധ്രയിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഉണ്ടാക്കി ഒരു പേപ്പർ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് ഓരോ കോളേജ് അല്ലെങ്കിൽ ആ സ്ഥലത്തോട്ടുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക. പിന്നെ അവിടെ പഠിച്ച കുട്ടികളെ എല്ലാ മെഡിക്കൽ കോളേജസിലും, തമിഴ്നാട്ടിലെ എല്ലാ മെഡിക്കൽ കോളേജസിലും, കർണാടകയിലെ എല്ലാ മെഡിക്കൽ കോളേജസിലും മലയാളികളുണ്ട്. അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ജസ്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യുക, റിവ്യൂസ് നോക്കുക. ഇനിയിപ്പം വാട്സപ്പ് ഗ്രൂപ്പൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞാൽ നല്ലപോലെ റിവ്യൂ കിട്ടും. അതിലെ കമൻറ്റുകളായിരിക്കോട്ടെ അല്ലെങ്കിൽ ആ വീഡിയോയിൽ നിന്നൊക്കെ ആയിട്ട് റിവ്യൂ കിട്ടും. ജസ്റ്റ് നല്ല പണി ഉണ്ടാകും, 2 ദിവസം ഫുൾ ടൈം ഇരുന്ന് നോക്കേണ്ടി വരും, പക്ഷെ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. സോ നല്ല പോലെ നോക്കിയിട്ട് മാത്രം ചോയ്സ് ഫില്ല് ചെയ്യുക. അല്ലാതെ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ടോ മറ്റുള്ള ആളുടെ ഒരു പ്രയോറിറ്റി ഓർഡർ നോക്കിയിട്ടോ നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങളുടെ ലൈഫിൽ 5 വർഷം സ്പെൻഡ് ചെയ്യേണ്ടതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് നിൽക്കുക. ഇപ്പോൾ ഡിസ്റ്റൻസിനെ കുറിച്ച് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അക്കാഡമിക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജസും നല്ല അക്കാഡമിക്സ് തന്നെയാണ് ഉള്ളത്. ഇനി തമിഴ്നാട്ടിൽ മെഡിക്കൽ കോളേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അക്കാഡമിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിലോ യൂട്യൂബിലൊക്കെ നോക്കാം. അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന മലയാളികളുടെ ഗ്രൂപ്പുകളുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അപ്പം അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ തന്നെ റിവ്യൂ അതിൽ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ ചോദിക്കാം. എല്ലാ കോളേജുകളിലും മലയാളികളുണ്ട്.
സോ ആ ഒരു കാര്യത്തിന് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി പേഷ്യൻ ഫ്ലോനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ പേഷ്യൻ ഫ്ലോ ഉണ്ടാവുക കാലിക്കറ്റും ട്രിവാൻഡ്രം. ബാക്കി എല്ലാ കോളേജിലും നല്ല പേഷ്യൻ ഫ്ലോ ഉണ്ട്. എങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ 2 കോളേജുകളായിരിക്കും. പിന്നെ നോൺ അക്കാഡമിക്സ് നോക്കണമെങ്കിൽ നോൺ അക്കാഡമിക്സ് കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പലരും പാട്ട് പാടാൻ കഴിവുള്ളവരായിരിക്കും, ഡാൻസിന് കഴിവുള്ളവരായിരിക്കും, മറ്റു പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ +2 കഴിഞ്ഞ് ഒരു കോളേജിലേക്ക് ചേരുവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം എൻ്റെ കഴിവുകൾ അവിടെ ഉപയോഗിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ മെഡിക്കൽ കോളേജസിൽ ലാസ്റ്റ് റാങ്ക് വെച്ചുള്ള ഡീറ്റെയിൽസ് ഉള്ള ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മെഡിക്കൽ കോളേജസിൻ്റെ ലിസ്റ്റും ലാസ്റ്റ് റാങ്കൊക്കെ ഞാൻ ഈ വീഡിയോ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിസ്റ്റൊക്കെ നോക്കുക. അതുപോലെ തന്നെ നല്ലപോലെ ആലോചിച്ച് ചോയ്സ് ഫില്ല് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു സോ മച്ച്.